ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലെ മീൻപിടിപ്പാറയെക്കുറിച്ചാണ്. മീൻപിടിപ്പാറ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വമ്പൻ ഹിറ്റായി മാറിയതാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലെ മീൻപിടിപ്പാറ എന്ന് പറയുന്നത്. കാട്ടുചോലയ്ക്കും കാട്ടരുവിക്കും സമാനമായൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് മീൻപിടിപ്പാറ. സഞ്ചാരികളുടെ ഇഷ്ട ഇടമായ മീൻപിടിപ്പാറ സന്ദർശകരെ വരവേൽക്കുകയാണ്. 20 രൂപയ്ക്ക് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാൻ നിരവധി പേരാണ് മീൻപിടിപ്പാറയിലേക്ക് എത്തുന്നത്. ചൂണ്ടയിൽ കൊരുത്ത മീൻ പ്രതിമയും ഉണ്ട് പാറപ്പുറത്ത് ഒത്ത നടുവിൽ. കൽപ്പടവുകളിലൂടെ സംഗീതം പൊഴിച്ച് ചെറുവെള്ളച്ചാട്ടം പോലെ വിസ്മയ കാഴ്ച ആരെയും ആകർഷിക്കുന്നതാണ്. പാറക്കെട്ടുകൾക്കിടയിലൂടെ ചിന്നിച്ചിതറിയ നീരൊഴുക്ക് തട്ടുകളായി ക്രമീകരിച്ചതോടെ നീരൊഴുക്കിന്റെ ഭംഗിയും കൂടി. കുട്ടികളെ ആകർഷിക്കാൻ കളിസ്ഥലവും ഇവിടെയുണ്ട്. കാട് മൂടിയ പ്രദേശം വെട്ടിത്തെളിച്ച് പുലിമൺതോടിന്റെ ഇരുവശവും മോടി കൂട്ടിയപ്പോഴാണ് ടൂറിസം വകുപ്പിന് കിട്ടിയത് പുതിയൊരു ഇക്കോ ടൂറിസം കേന്ദ്രം. മീൻപിടിപ്പാറ പ്രകൃതി ഒരുക്കുന്ന ദൃശ്യവിസ്മയം തന്നെയാണ്. ഐപ്പള്ളൂർ, അറപ്പുഴ, ഏലായിൽ നിന്ന് ഉത്ഭവിച്ച് പാറക്കെട്ടുകളിലൂടെ ഒഴുകിയെത്തുന്ന അരുവികൾ മീൻപിടിപ്പാറയിൽ എത്തുമ്പോഴേക്ക് മനോഹരമായ പ്രകൃതി വിസ്മയമായി മാറുകയാണ്. കൊട്ടാരക്കര പുലമൺ കവലയിൽ നിന്നും 2 കിലോമീറ്ററാണ് മീൻപിടിപ്പാറയിലേക്കുള്ളത്. പ്രകൃതി സൗന്ദര്യം ഒട്ടും ചോരാതെ തന്നെയാണ് മീൻപിടിപ്പാറ സംരക്ഷിച്ചിരിക്കുന്നത്. കൊച്ചി മീൻപിടിപ്പാറ, മയിലാടുംപാറ എന്നിവ മീൻപിടിപ്പാറയുടെ പ്രത്യേകത വർദ്ധിപ്പിക്കുന്നു. 2.25 കോടി രൂപ ചെലവിലാണ് മീൻപിടിപ്പാറയുടെ പദ്ധതി. പ്രകൃതിദത്തമായ പാറക്കെട്ടുകളും ചെറുവെള്ളച്ചാട്ടവും നീരുറവയും പ്രയോജനപ്പെടുത്തിയാണ് നിർമ്മാണം. വാട്ടർഫാൾ, ചിൽഡ്രൻസ് പാർക്ക്, ലഘുഭക്ഷണശാല എന്നിവയും ഉണ്ട്. ഇരിപ്പിടങ്ങൾ, സിമന്റ് ബെഞ്ചുകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. പുനലൂർ തൂക്കുപാലത്തിന്റെ മാതൃകയിൽ ചെറിയൊരു പാലം ആകർഷകമായി നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ആഴം കൂട്ടി പെഡൽ ബോട്ട് സംവിധാനം ഉൾപ്പെടെയുള്ള 2ാം ഘട്ടവും വൈകാതെ ആരംഭിക്കുമെന്നാണ് പറയുന്നത്. പി. ആയിഷ പോറ്റി MLA ശ്രമഫലമായാണ് ഈ പദ്ധതി നടപ്പിലായത്. പാർക്കിംഗ് അസൗകര്യമാണ് ഏക കടമ്പ. ഇതിനായി സ്വകാര്യ പാർക്കിംഗ് സൗകര്യവും പ്രയോജനപ്പെടുത്താനാണ് ശ്രമം. വിപുലമായ സർവേ നടത്തി കയ്യേറ്റ ഭൂമികൾ പിടിച്ചെടുത്ത് പാർക്കിങ്ങിനായി ഉപയോഗിക്കും എന്നാണ് പറയുന്നത്. കൊട്ടാരക്കര ടൗൺ പരിസരത്താണ് മീൻപിടിപ്പാറയുള്ളത്. 6-ന് 5-ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ടൂറിസം പദ്ധതി ഉദ്ഘാടനം ചെയ്തതാണ്. പി. ആയിഷ പോറ്റി MLA ആണ് അധ്യക്ഷത വഹിച്ചത്. ഹരിതചട്ടം പാലിച്ചാകും പ്രവർത്തനം നടത്തുക എന്ന് കൊട്ടാരക്കര നഗരസഭ ചെയർപേഴ്സൺ M. ഷാജു, സ്ഥിരം സമിതി അധ്യക്ഷൻ SR രമേശ് എന്നിവർ അറിയിച്ചിട്ടുണ്ട്. ജില്ലയിലെ വളർന്നുകൊണ്ടിരിക്കുന്ന 2 വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് മരുതിമലയും മീൻപിടിപ്പാറയും. കൊട്ടാരക്കര താലൂക്കിൽ വെളിയം ഗ്രാമപഞ്ചായത്തിൽ 300ഓളം ഏക്കർ സ്ഥലത്ത് ഭൂനിരപ്പിൽ നിന്നും 1000ഓളം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാറക്കൂട്ടങ്ങളോട് കൂടിയ ഒരു മലനിരപ്പാണ് മുട്ടറ മരുതിമല എന്ന മനോഹര പ്രദേശം. അത്യപൂർവങ്ങളായ സസ്യങ്ങളും പക്ഷിമൃഗാദികളും തേങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത്. കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജിന്റെ സമീപത്തുള്ള അതിമനോഹരമായ ഒരു താഴ്വര പ്രദേശമാണ് മീൻപിടിപ്പാറ എന്ന് പറയുന്നത്. പരിശുദ്ധമായ നീരുറവയുടെ ഉറവിടം കൂടിയാണ് മീൻപിടിപ്പാറ. ഇത് കൊല്ലം ജില്ലയിലെ സഞ്ചാരികളുടെ ഒരു പറുദീസ തന്നെയാണ്. കൊട്ടാരക്കര പട്ടണത്തോട് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന മീൻപിടിപ്പാറ പട്ടണത്തിന്റെ മുഖച്ഛായ തന്നെ ഭാവിയിൽ മാറ്റുമെന്നാണ് കരുതുന്നത്. ഇത്ര മനോഹരമായ കൊട്ടാരക്കരയിലെ മീൻപിടിപ്പാറയെ ആരും കാണാതെ പോകരുത്. അത്രയ്ക്ക് മനോഹരമാണ് ഈ മീൻപിടിപ്പാറ എന്ന് പറയുന്നത്. കൊല്ലം ജില്ലയിലെ പ്രകൃതി സൗന്ദര്യം ഒളിപ്പിച്ച മീൻപിടിപ്പാറയെ മനോഹരമാക്കാൻ സർക്കാർ 1.47 കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. മീൻപിടിപ്പാറ ടൂറിസം പദ്ധതിയുടെ 2ാം ഘട്ടത്തിനാണ് ഭരണാനുമതി നൽകിയത്.
മീൻപിടിപ്പാറയിലെ അനുബന്ധമായി പുലമൺ റോഡിന്റെ 960 മീറ്റർ പ്രദേശത്തെ സൗന്ദര്യവൽക്കരണമാണ് പ്രധാനം. തോടിന്റെ വശങ്ങളിൽ കല്ല് പാകിയുള്ള നടപ്പാത, സംരക്ഷണ വേലി നിർമ്മാണം, പുൽത്തകിടി, വ്യൂ ഡെക്ക്, റെയിൻ ഷെൽട്ടർ, കുട്ടികളുടെ പാർക്ക് എന്നിവയും വിപുലമായി നിർമ്മിക്കും. LED ലൈറ്റുകൾ സ്ഥാപിച്ച് സൗന്ദര്യവൽക്കരണം, ശില്പങ്ങൾ സ്ഥാപിക്കൽ എന്നിവയും പദ്ധതിയിലുണ്ട്. ഇവയാണ് പ്രധാനമായും മീൻപിടിപ്പാറയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ. എല്ലാവരും പരമാവധി ഈ മീൻപിടിപ്പാറയുടെ സൗന്ദര്യം കാണാൻ വേണ്ടി പരമാവധി എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.